ഹലോ, നമ്മൾ ഇന്ന് കാണാൻ പോണത് ഹെയർ ബോട്ടോക്സും അതുപോലെ ഹെയർ കെരാറ്റിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇതിൽ ഏതാണ് നല്ലത്, എന്തിനാണ് കൂടുതൽ സൈഡ് എഫക്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ ഇന്ന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിലായിരിക്കും കേട്ടോ പറയണത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്സ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്ത് കളയും. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണേന്, ഇങ്ങനത്തെ വീഡിയോസ് അല്ല, ഞാൻ നമ്മുടെ ചാനലിൽ കൂടുതൽ ബ്യൂട്ടി വീഡിയോ ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യണേ മുമ്പ് ഞാൻ നല്ലോണം റിസർച്ച് ചെയ്തിട്ടൊരു എസ്സേ കണക്കിന് ഞാൻ ബുക്കിനകത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് തരണമെന്നുള്ള ഒരു ഇത് വരും. പക്ഷെ എല്ലാവർക്കും കേൾക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമുക്ക് കുറച്ചിങ്ങനെ മെസ്സേജസ് വന്നിട്ട് നമ്മുടെ വീഡിയോ നല്ലോണം ലെങ്തി ആയി പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ലെങ്ത്ത് കുറയ്ക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിൾ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കെരാറ്റിനും ബോട്ടോക്സും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം അത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണല്ലോ ഈ വീഡിയോ മൊത്തം കണ്ടതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അറിയുന്നവരായിരിക്കും എല്ലാവരും, അറിയില്ലാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മളുടെ ഹെയർ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട്, നിങ്ങളുടെ ഹെയർ ബോണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെയർ കെയർ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. ഹെയർ പോറോസിറ്റി, ബോണ്ടുകൾ, സ്ട്രക്ചേഴ്സ് ഒക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെയർ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് കെമിക്കലി ഉള്ള കെരാറ്റിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഹീറ്റ് യൂസ് ചെയ്ത് അയൺ മെഷീൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അതിനകത്തോട്ട് ഫില്ല് ചെയ്യും. അതാണ് കെരാറ്റിൻ. കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെയായിരിക്കാമെന്ന് വെച്ചാൽ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു സ്മൂത്ത് ആൻഡ് എഫക്റ്റ് ഉണ്ടാവും, ഒരു സോഫ്റ്റ് ആൻഡ് എഫക്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ലൊരു ഷൈനെസ് മുടിക്ക് കിട്ടും. മുടി മൊത്തത്തിൽ നല്ല മാനേജബിൾ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് കുറച്ച് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് അത്ര കണ്ട് നല്ലതല്ല, പക്ഷെ മുടി നല്ലോണം നിൽക്കാനായിട്ട് നല്ലതാണ്. ഇനി ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്, ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഡാമേജ്ഡ് ഹെയറിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഭയങ്കര കേളി ഹെയർ ആണെങ്കിൽ ആ കേളിനെസ് മാറ്റി സ്ട്രെയിറ്റ് ആക്കാൻ ബോട്ടോക്സ് കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പ്രോപ്പർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ മിസ്സിങ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് നിങ്ങളുടെ മുടി ഇങ്ങനെ പരന്നിരിക്കുന്നത് മുടിയുടെ ഓരോ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആയിട്ടിരിക്കണതുകൊണ്ടും അതിനകത്തുള്ള ഫൈബേഴ്സും പ്രോട്ടീനൊക്കെ ലോസ് ആയിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മുടെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് പൊന്തിയിരിക്കുന്നത്. അപ്പോൾ ആ മിസ്സിങ് ആയിട്ടുള്ള ഏരിയാസിൽ പ്രോട്ടീൻസും വിറ്റമിൻസും അതുപോലെ ഇപ്പോൾ കെരാറ്റിനും ഇല്ലെങ്കിൽ അമിനോ ആസിഡ്, പെപ്റ്റൈഡ്സ് അങ്ങനെയുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുന്ന സംഗതികൾ ഇതിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇതും ഹീറ്റ് യൂസ് ചെയ്ത് അയൺ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മാനേജബിൾ ആയിരിക്കും. മൊത്തത്തിൽ ഒരു ഫ്രിസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ബോട്ടോക്സ് കൊണ്ടിട്ടുള്ളത്. അല്ലാതെ മുടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കോ, അതല്ലെങ്കിൽ മുടിക്ക് ഷൈനെസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരിക്കോ ഇല്ല ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ് ഈ കെരാറ്റിനും ബോട്ടോക്സും എത്ര നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും, എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബോട്ടോക്സ് കെരാറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞ്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള കുറേ ഡൗട്ട്സുകളൊക്കെയാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കെരാറ്റിൻ ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതിനനുസരിച്ച് ഒരു 4 to 6 monthsോളം ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഷാമ്പു യൂസ് ചെയ്യാണ്, ഹെയറിൽ എണ്ണയൊന്നും ഒത്തിരി ഉപയോഗിക്കില്ല, ഹെയറിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരു 6 months വരെ കെരാറ്റിൻ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇനി ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 2 to 4 months അല്ലെങ്കിൽ 5 months അല്ലെങ്കിൽ മാക്സിമം വന്നിട്ട് 6 months വരെയാണ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കെരാറ്റിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ, നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ചെയ്തിട്ടുള്ള, നമ്മൾ അത്രയും പൈസ കൊടുത്ത് ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റ് പോകാൻ തുടങ്ങും. കാരണം നമ്മളുടെ മുടിയുടെ ബോണ്ടിനെ നേരെ ആക്കിയിട്ടാണ് നമ്മൾ ഈ കെരാറ്റിൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ നാച്ചുറൽ റെമഡീസും ഓയിൽസൊക്കെ ഇടുമ്പോൾ ഈ ഒന്നുകൂടി ഈ ബോണ്ടിനെ ബ്രേക്ക് ആക്കുക ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ആക്കി അതിനകത്തുള്ള ആ ഒരു കെരാറ്റിൻ വെളിയിലോട്ട് പോകാനായിട്ട് തുടങ്ങും നമ്മൾ ഈ നാച്ചുറൽ സംഗതികളൊക്കെ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ലോങ് ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഓയിൽസ്, നാച്ചുറൽ റെമഡീസ്, അതുപോലെ പാരബൻസ്, അങ്ങനെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള സംഗതികളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. എങ്ങനെയാണോ അവരുടെ നമ്മൾ മുടിയാക്കി തന്നിരിക്കണേ അതേപോലെ തന്നെ കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. ഒത്തിരി നാൾ മീൻസ് 6 months, ചിലവർ 1 year വരെയൊക്കെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അത്രയും കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 1 year വരെയൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും. ഇനി
അടുത്ത കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഈ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി പകുതി നേരെയും പകുതി ചുരുണ്ടും ആയിട്ടിരിക്കുമോ. ഇത് കുറേ പേർക്കുള്ള സംശയമാണ്. നമ്മളുടെ മുടി പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടി അഫ്കോഴ്സ് നമ്മുടെ ഹെയറിൻ്റെ എന്തായിരിക്കുമോ ആ ഒരു നേച്ചറിലായിരിക്കും വരവുള്ളൂ. അതല്ലാതെ നമ്മൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് വെച്ച് വരുന്ന മുടിയും അതേപോലെ വരണമെന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് വല്ലതൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ള എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കിളിർത്ത് വരുന്ന മുടിയും നേരെയായിട്ട് വരികയായിരിക്കും, നമ്മളുടെ ആ ഒരു സ്ട്രക്ചറൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും പുതിയതായിട്ട് വരുന്ന മുടി നോർമൽ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണോ ആ ടെക്സ്ചറിൽ തന്നെയായിരിക്കും വരണത്. ഇനി കെരാട്ടിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഈ ഭാഗത്തുള്ള സാധനം ചിലപ്പോൾ കുറഞ്ഞാനായിട്ട് തുടങ്ങും. കാരണം എന്താ വെച്ചാൽ അത് കെരാട്ടിൻ മാത്രമല്ല കേട്ടോ, ഏത് രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ മുടിയിൽ എണ്ണ ഇടാണ്, മുടിയിൽ ഷാമ്പൂ ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ സംഗതി നമ്മൾ ഈ സ്കാൽപ്പിൻ്റെ ഭാഗത്താണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബോണ്ട് ബ്രേക്കായിട്ട് അതിനകത്തുള്ള ആ ഒരു സ്മൂത്തനിങ് ഏജൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ കൂടുതൽ ആരും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് പോലെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ പിന്നെ നമ്മൾ കഴിക്കുന്ന ഓരോരോ ഐറ്റംസ് ആണെങ്കിലും അതിൻ്റെ പ്രോട്ടീൻസൊക്കെ മുടിയുടെ അകത്തോട്ട് ചെല്ലണത് ഇവിടെ വരെയൊക്കെ എത്തുള്ളൂ. അതാണ് നമുക്ക് കൂടുതൽ എല്ലാവർക്കും സ്പ്ലിറ്റൻസ് തുമ്പിൽ വരില്ലേ. കാരണം തുമ്പ് വരെ ഈ കൊടുക്കുന്ന ഐറ്റംസ് ഒന്നും എത്താത്തതുകൊണ്ട്. അതാണ് നമ്മൾ മാനുവലി എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ മിക്ക വീഡിയോസിലും പറയാറില്ലേ, നിങ്ങൾ മാസ്ക് ഇടാണെങ്കിലും സിറോയിഡാണെങ്കിലും ഒക്കെ തുമ്പിലോട്ടും കൂടി ഇടണം. ഇവിടം വരെ ആ ഒരു പ്രോട്ടീനൊന്നും എത്താത്തത് കൊണ്ടാണ് ഇവിടെ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നേരെയായിട്ട് ഇരിക്കുന്നത്, ഇവിടെ കുറഞ്ഞ് വരുന്നത്. പക്ഷേ കെരാട്ടിനും ബോട്ടോക്സും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കെരാട്ടിനെക്കാട്ടിലും ബോട്ടോക്സ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടായിരിക്കും ഇത് പോയി കഴിയുമ്പോൾ ഇരിക്കുക. കാരണം ഇത് സ്ട്രെയിറ്റ് ആക്കല്ല ചെയ്യണേ, നമ്മളുടെ ഫ്രിസിനെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇതിനകത്തോട്ട് ആ പ്രോട്ടീനെയും പെപ്റ്റൈഡ്സും അങ്ങനത്തെ സംഗതികളൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ ഉള്ളൂ. പൂവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള മുടി പോണ പോലെ അത്രയും ഉണ്ടാവില്ല, മുഴുവനായിട്ടായിരിക്കും പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ ഭയങ്കര വലിയ വ്യത്യാസം അറിയില്ല. പക്ഷേ കിളിർത്ത് വരുന്ന മുടിയും ബാക്കിയുള്ള മുടിയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ബോട്ടോക്സ് ആണെങ്കിലും കെരാട്ടിൻ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനം പയ്യനെ പോയി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ നോക്കുമ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. ഇനി നിങ്ങൾ സ്മൂത്തനിങ്ങും കെരാട്ടിനും വെച്ച് നോക്കുകയാണെങ്കിൽ കെരാട്ടിൻ കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഉണ്ടാവുന്നത് സ്മൂത്തനിങ്ങിനെക്കാട്ടിലും. ഞാൻ പറഞ്ഞപ്പോൾ ഇത് വലുതായി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, കാരണം എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. മറ്റേത് പാരനോട് എന്ത് സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇന്ന വീഡിയോയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് മാക്സിമം ചെറുതാക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളത് അവർ ബോട്ടോക്സ് ആണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കെരാട്ടിൻ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് ഇരിക്കണതെന്ന്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്ക സലൂൺസിലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റാണ്. കാരണം നമുക്ക് നമ്മുടെ മുടിയിലിടുന്ന ക്രീം എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് വളരെ കുറച്ച് സലൂൺസിൽ മാത്രമാണ് ഇടുന്നത്. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കില്ല, മുടി ഒന്ന് ഒതുങ്ങിയിരിക്കും എന്ന് മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത്. പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിന് കോസ്റ്റ് കൂടുതലായിരിക്കും, കെരാട്ടിനെക്കാട്ടിലും പൈസ കൂടുതലായിരിക്കും, ലാസ്റ്റ് ചെയ്യുന്നതും കുറവായിരിക്കും. അപ്പോൾ മേ ബി ഇങ്ങനെ ലാസ്റ്റ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആളുകൾ ചീത്ത വിളിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ കെരാട്ടിന് യൂസ് ചെയ്യുന്ന ക്രീം തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഡിഫറൻസിൽ നമുക്ക് ഇപ്പോൾ കെരാട്ടിൻ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കുറയ്ക്കോ 2 സ്റ്റെപ്പ് കുറയ്ക്കോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു വേവി ആയിട്ടുള്ളതുപോലെ കിട്ടും. അപ്പോൾ മിക്ക സ്ഥലത്തും കെരാട്ടിൻ്റെ ക്രീംസ് തന്നെയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് വരുന്നത്. ബോട്ടോക്സിന് നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ മേ ബി കെരാട്ടിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. അതല്ല നിങ്ങൾക്ക് ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലുക്ക് ബോട്ടോക്സിനകത്ത് ഉണ്ടാവില്ല. മുടി ജസ്റ്റ് ഒതുക്കുക, അത്ര മാത്രമാണ് ബോട്ടോക്സ് കൊണ്ടിട്ട് ഉള്ള ഉദ്ദേശം. പിന്നെ അടുത്ത കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഈ കെരാട്ടിനും അതുപോലെ ബോട്ടോക്സ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കുഴിയോ മുടിയിൽ ഡാൻഡ്രഫ് വരുമോ ഡ്രൈനെസ് കൂടുമോ എന്നൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് കളറിങ് മാത്രമാണ് ചെയ്തിരിക്കണമെങ്കിൽ വരെ നിങ്ങളുടെ മുടി ഡ്രൈ ആകും. അപ്പോൾ കെരാട്ടിനും ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമ്മുടെ മുടി നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയല്ലേ, ആ ക്യൂട്ടിക്കിൾസൊക്കെ അടച്ച് നല്ലോണം മുടി നല്ല റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് പോയി കഴിയും തോറും ഇത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ആയി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഡ്രൈ ആകും. കാരണം അത്രയും നാൾ നമ്മൾ കെയർ ചെയ്യാതിരുന്നിട്ടുള്ള ആ ഒരു ഇതും കൂടിയിട്ട് മുടിക്ക് വരും. പിന്നെ നിങ്ങൾ എണ്ണയൊന്നും ആ സമയത്ത് വച്ചു കൊടുക്കില്ല. മുടി നമ്മൾ കെയർ ചെയ്യുന്നത് കുറവാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുടി പറന്നിരിക്കുകയാണ്, മുടി
ഒട്ടും കൺട്രോളിലല്ലാണ്ടിരിക്കുമ്പോഴല്ലേ നമ്മൾ മുടിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാം. മുടി നല്ല ഒതുങ്ങിയിരിക്കുകയാണ്, നല്ല സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മുടിയിലോട്ട് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. നമ്മൾ മുടി കെട്ടിവെക്കുക, മുടി ഇപ്പോൾ എന്താ ജട കെട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ മുടി കെട്ടിവെക്കുക, ഒരു പ്രശ്നമില്ല, മുടി അഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ശ്രദ്ധ കുറയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് ഉള്ള സമയം വരെ നമ്മൾ അറിയില്ല മുടിക്ക് കംപ്ലയിൻ്റ് ഉള്ള കാര്യം. പക്ഷെ അത് കഴിയുമ്പോഴേക്കും മുടിക്ക് തിരിച്ച് വീണ്ടും എങ്ങനെയാണോ നമ്മുടെ മുടി ഉണ്ടായത് അതിൻ്റെ ഒരു ഇച്ചിരി കൂടി ഡാമേജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഹെയർ ഫോളൊക്കെ വരാൻ സാധ്യത ഉണ്ട്, ഡ്രൈനെസ്സും വരാം. എന്ന് വെച്ച് എല്ലാവർക്കും വരണമെന്നില്ല, ചിലവർക്ക് വരാം, ചിലവർക്ക് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ അടിച്ച് നോക്കിയിരുന്നാൽ മതി. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇതിനകത്ത് ഞാൻ ആ ഒരു വീഡിയോനെ കുറിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയിട്ടാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് മുടി ഭയങ്കര ചുരുണ്ടിരിക്കുകയാണ്, മുടിക്കൊട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഹെയർ ഭയങ്കര തിന്നായിട്ട് തോന്നിക്കുകയാണ്, അതുപോലെ മുടി ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ മുടി എന്തെങ്കിലും ചെയ്തൊന്ന് സെറ്റാക്കി ഇട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ മുടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്യരുത്. ഓക്കെ, ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോഴേക്ക് ഹെയർ ഗ്രോത്ത് ആകുമെന്ന് പറയുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ മുടി ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒന്നും കൂടി ഡാമേജ് ആവത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ, ഹെയർ ഫോൾ ഉള്ള ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. നമ്മളുടെ ആഗ്രഹമല്ലേ, നിങ്ങൾക്ക് അത്രയും നല്ലോണം ആഗ്രഹമായിട്ടിരിക്കുകയാണ്, മുടി ഒട്ടും മാനേജ് ചെയ്യാനായിട്ട് പറ്റാനുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടും നന്നായിട്ട് ഇരിക്കുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടമാണ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ നമ്മുടെ മുടിയുടെ ഡാമേജ് മാറ്റാനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡാമേജ് ലുക്സിൽ മാറ്റാൻ പറ്റും, പക്ഷേ റൂട്ടിൽ നിന്നും അതിൻ്റെ പ്രോബ്ലത്തിനെടുത്ത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു സംശയമാണ് കേട്ടോ, നമ്മുടെ ഹെയർ ബോട്ടോക്സും അതുപോലെ ഫേസിൽ ഇപ്പോൾ എല്ലാവരും ബോട്ടോക്സ് ചെയ്യണ്ടല്ലോ, അത് തമ്മിൽ എന്താണ് വ്യത്യാസം, രണ്ട് സെയിം ആണെന്നുള്ളത്. രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ. ഫേസ് ബോട്ടോക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഫേസിൽ ഇഞ്ചക്ഷനിലൂടെ ബോട്ടോക്സ് ചെയ്യണതാണ്, അത് എൻ്റയർലി വേറെയാണ്. ഹെയർ ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഡീപ്പ് കണ്ടീഷൻ ചെയ്യണു, അത്രേ ഉള്ളൂ. അതൊരു സലൂൺ ട്രീറ്റ്മെൻറ്റും ഫേസ് ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റും ആണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമില്ല, ഞാനത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനത് ബ്ലറാക്കിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതെല്ലാം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചാട്ടോ. ചിലവരുടെ ഹെയർ നല്ലതായിരിക്കും, അവരുടെ ജെനറ്റിക്സ് നല്ലതായിരിക്കും, അപ്പോഴേക്കും മുടി ഒരുപാട് കംപ്ലയിൻ്റ് ആവില്ല ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ മുടിക്കനുസരിച്ചിട്ടാണ്. പിന്നെ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുടി ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മുടി ചില എയർലൈൻസിലൊക്കെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ കമ്പൽസറി ആയിട്ടൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ബോട്ടോക്സ്. അപ്പോൾ നിങ്ങൾക്ക് മുടി ഒന്ന് നല്ലോണം ഒന്ന് ഒതുക്കി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ കെരാറ്റിൻ ചെയ്താലും പ്രശ്നമില്ല, മുടി ഒതുക്കി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആഫ്റ്റർ കെയർ നല്ലോണം ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇതൊക്കെ ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ മുടി നല്ലോണം ആഫ്റ്റർ കെയർ ചെയ്യാം. മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മുടി നല്ലോണം സൂക്ഷിക്കണം, കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ബാഡ്ലി എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ മുടി ആ സമയത്ത് നല്ലോണം കെയർ ചെയ്യണം നല്ലത്. അതിൻ്റേതായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക, ഒരുപാട് പാരബൻസ് ഉള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക, പിന്നെ നാച്ചുറൽ റെമഡീസ് ഒന്നും ഒരുപാട് ട്രൈ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ള നന്നായിട്ട് മുടി നിങ്ങൾ കെയർ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല, നമ്മൾ കെയർ ചെയ്യണം എന്നേ ഉള്ളൂ. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സംശയം. അപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾക്ക് ലുക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, മുടി കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കണം, എന്നാൽ നിങ്ങൾ ആഫ്റ്റർ കെയർ ചെയ്യാനായിട്ട് റെഡി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നിങ്ങൾ നല്ലോണം ആഫ്റ്റർ കെയർ ചെയ്യുക. പിന്നെ മുടി ഒട്ടിപ്പോവുമോ എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ബോട്ടോക്സ് ആണെങ്കിൽ ഒരുപാട് മുടി ഒട്ടിപ്പോവില്ല. അതെല്ലാം നിങ്ങൾക്ക് കെരാറ്റിൻ ചെയ്യുമ്പോൾ എങ്ങനെ മുടി ഇരിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സലൂണിൽ പോയിട്ട് ടെമ്പററി ആയിട്ടുള്ള ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുക. അവർ ചെയ്ത് തരുമ്പോൾ ഓരോ സ്ട്രാൻഡ്സ് അല്ല സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ കെരാറ്റിൻ ചെയ്യുമ്പോൾ മുടി ഇരിക്കുക അതേപോലെ ആയിരിക്കും ഇരിക്കണത് മുടി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുടി കാണുമ്പോൾ എങ്ങനെയുണ്ട്, രസമുണ്ടോ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ലുക്സ് വൈസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. SimplyMyStyle എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ, ഉമ്മയ്ക്ക് നിർത്തുന്നു.